മാധ്യമപ്രവർത്തകർക്കെതിരായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അധിക്ഷേപവും ഭീഷണിപ്പെടുത്തലും തുടരുകയാണ്. അതിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് 24-ന്റെ റിപ്പോർട്ടറായിട്ടുള്ള അലക്സ മുഹമ്മദ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതോടുകൂടി അവസാനിക്കണം, ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും ഭീഷണിപ്പെടുത്തലും അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് KUWJ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുന്നത്. ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഓരോ ജില്ലകളിലും പരിപാടി നടക്കുന്നത്. കോഴിക്കോട് പ്രസ് ക്ലബിന് മുന്നിൽ കോഴിക്കോട് KUWJ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. KUWJ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള KP റെജിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം, നേരത്തെ ഏറ്റവും ആദ്യം സുരേഷ് ഗോപി കോഴിക്കോട് എത്തിയപ്പോഴായിരുന്നു ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ സുരേഷ് ഗോപിയുടെ അധിക്ഷേപം ഉണ്ടാകുന്നത്. ആ സംഭവത്തിൽ പോലീസ് കേസ് ഉൾപ്പെടെ ഉണ്ടായതാണ്. അതിനുശേഷം നിരവധി സംഭവങ്ങൾ വിവിധ ജില്ലകളിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് ഇന്നലെ അലക്സ മുഹമ്മദ് ഇത്തരത്തിലുള്ള അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. KUWJ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള KP റെജി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് KUWJയുടെ സംസ്ഥാന പ്രതികരണം കൂടി ചോദിക്കാം. ഈ മാധ്യമപ്രവർത്തകർക്കെതിരായ പ്രതിഷേധം, മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോഴും ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് KUWJ ഇതിനെ നേരിടുന്നത്? ഇതിന്ന് സംസ്ഥാന വ്യാപകമായി ഈ കേന്ദ്രമന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇന്ന് അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു ആദ്യ പടി എന്ന നിലയിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെതിരായി കൂടുതൽ ശക്തമായ സമ്മർദ്ദങ്ങൾ ഉയർത്തുന്നതിനുള്ള പ്രചാരണങ്ങളും പ്രതിഷേധങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാവും. അത് ഈ പ്രതിഷേധം ഒരു പൊതുസമൂഹം തന്നെ ഏറ്റെടുക്കണമെന്നാണ് കേരള പത്രപ്രവർത്തക യൂണിയന് ആവശ്യപ്പെടാനുള്ളത്. അനുജ, പ്രതിഷേധവുമായി ബന്ധപ്പെട്ട KUWJയുടെ ഔദ്യോഗികമായ ഒരു പ്രതികരണമാണ് കണ്ടത്. കോഴിക്കോട് ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുകയാണ്. അനുജ, അതാണ് ഇപ്പോൾ ഇതൊരു ആദ്യ പടിയായുള്ള സമരം, പ്രതിഷേധം മാത്രമാണ് എന്നതാണ് KUWJ വ്യക്തമാക്കുന്നത്. നിരന്തരം ഈ തരത്തിലേക്കുള്ള സമീപനം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് വച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് KUWJയുടെ നിലപാട്. ഈ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക, ഈ ഇത്തരം കാര്യങ്ങൾ അവഹേളനം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ പൊതുസമൂഹം കൂടി ഇടപെടേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ KUWJ സംസ്ഥാന പ്രസിഡന്റ് KP റെജി വ്യക്തമാക്കിയത്. സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിക്കെതിരെ നടക്കുന്നത്. ഇന്നലെയാണ് നമ്മുടെ റിപ്പോർട്ടറെ അലക്സ മുഹമ്മദിനെ ഒരു വാർത്തയിൽ പ്രതികരണം തേടി ഇതിന് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയത്. ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല, മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടന്നിട്ടുള്ളത് എന്നത് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധം. ഇപ്പോൾ KP റെജിയുടെ പ്രതികരണം. നമുക്കെല്ലാം അറിയുന്നത് പോലെ ജനാധിപത്യത്തിൽ പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമായുള്ള സുദൃഢമായ ഒരു ബന്ധം, അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പക്ഷേ സമീപകാലത്തായി ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിൽ ഏറ്റവും തുടർച്ചയായ ആക്രമണങ്ങളും ഭർസനങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ സവിശേഷമായ ഈ ഒരു പ്രതിഷേധ പരിപാടി ആഹ്വാനം ചെയ്യാൻ കേരള പത്രപ്രവർത്തക യൂണിയനെ നിർബന്ധിതമാക്കിയിരിക്കുന്നത് എന്ന് ആമുഖമായി പറയട്ടെ. കഴിഞ്ഞ ഏതാണ്ട് അദ്ദേഹം പ്രിയപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായ ആക്രമണങ്ങളും ഭർസനങ്ങളും ഭീഷണികളും പരിഹാസങ്ങളും അവഹേളനങ്ങളും, അതിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ലാത്ത വിധത്തിലേക്ക് അദ്ദേഹം ഓരോ ദിവസവും, നമുക്ക് പത്രഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ പരിപാടി എന്ന പോലെ സുരേഷ് ഗോപിയുടെ അധിക്ഷേപം ഇന്ന് എന്ന നിലയിലേക്ക് ചേർക്കേണ്ട വിധേയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കഴിഞ്ഞ ആഴ്ച അദ്ദേഹം മുനമ്പത്ത് നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ട്. അതിനു മുമ്പ് നടത്തിയ പരാമർശങ്ങളുണ്ട്. ഈ കോഴിക്കോട് തന്നെ പ്രിയപ്പെട്ട വനിതാ മാധ്യമപ്രവർത്തകയോട് അവഹേളനാപരമായി പെരുമാറിയ സന്ദർഭമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ 24 നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ 24-ന്റെ അലക്സ മുഹമ്മദിനോട് അദ്ദേഹത്തെ ഒറ്റയ്ക്ക് വിളിച്ച് നടത്തിയ ഭീഷണിയും ധിക്കാര ഭാഷയും ഒരു പൊതുപ്രവർത്തകനെന്നല്ല, ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത അവഹേളനാപൂർണമായ സമീപനമാണ്. ഈ സമീപനത്തെ ഇങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഒരർത്ഥത്തിൽ നമ്മുടെ പത്രപ്രവർത്തക യൂണിയൻ്റെ ചർച്ചകളിൽ വന്നത് സുരേഷ് ഗോപി നിരന്തരം പറയുന്ന കാര്യമല്ലേ, നമുക്ക് ഇനി എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം എന്ന ഒരു ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് നമ്മൾ നീങ്ങിയത്. കാരണം നമ്മൾ നാട്ടിൻപുറത്ത് പറയാറുണ്ട്, ഈ പോരുകാള ചുവപ്പ് കണ്ടതുപോലെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരെ കണ്ടാൽ എന്തോ ഒരു വിഭ്രാന്തി ബാധിക്കുന്ന ഒരവസ്ഥ ആണ് ഇതുള്ളത്. കാരണം അദ്ദേഹം ഇനിയും ഈ ജനകീയ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസങ്ങളുടെ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നും മൂല്യങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. കാരണം ഈ സുരേഷ് ഗോപി ഒരു സിനിമാ നടൻ കേന്ദ്രമന്ത്രിയാകുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ സന്ദർഭമൊന്നുമല്ല എന്ന് നമുക്കറിയാം. സംസ്ഥാന ഭരണം തന്നെ കയ്യിൽ അമ്മാനമാടിയ, കൈവെള്ളയിൽ കൊണ്ടു നടന്ന സിനിമാ നടന്മാർ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിലും നമ്മുടെ രാജ്യത്തും
പുറത്തുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരാരും മാധ്യമപ്രവർത്തകരോടും പൗരസ്വാതന്ത്ര്യത്തോടും ഇത്തരത്തിലുള്ള ഒരു അവഹേളനാപരമായ സമീപനമല്ല സ്വീകരിച്ചിട്ടുള്ളത്. KUWJ സംസ്ഥാന വ്യാപക പ്രതിഷേധം അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കോഴിക്കോട്ട് നിന്നുള്ളതാണ്.